മുട്ടിൽ മരമുറി കേസ് വലിയ വിവാദമായ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചതാണ്. മുട്ടിൽ മരമുറി കേസിൽ അനുബന്ധ കുറ്റപത്രങ്ങൾ സമർപ്പിക്കാൻ വൈകുകയാണ്. 10 കുറ്റപത്രങ്ങളാണ് ഇനി സമർപ്പിക്കാനുള്ളതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. 2024 ജനുവരിയിൽ 30 അനുബന്ധ കുറ്റപത്രങ്ങളും സമർപ്പിച്ചിരുന്നു. വിവരങ്ങൾ നൽകാനായി സിജോ വി ജോൺ ആണ് ചേരുന്നത്. സിജോ, ഇനിയും ഒരുപാട് കുറ്റപത്രങ്ങൾ നൽകാനുണ്ടെന്ന് പറയുന്നു. എന്തുകൊണ്ട് ഇത് വൈകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതിൽ ഒരു കൃത്യമായ ഒരു വ്യക്തതയില്ല. അതിന്റെ നടപടികളൊക്കെ നടക്കുന്നു എന്നൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിയൊക്കെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിങ്ങനെ വൈകുന്നതിൽ പ്രത്യേക താല്പര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നു. സാങ്കേതികപരമായ കാരണങ്ങൾ മാത്രമായിരിക്കില്ല, മറ്റു തരത്തിലുള്ള കാരണങ്ങളുണ്ട് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ 2024 ജനുവരിക്ക് ശേഷം ഇപ്പോൾ 20 മാസമായി, അതിനുശേഷം ഈ 10 കുറ്റപത്രങ്ങൾ ഇതുവരെയും സമർപ്പിക്കേണ്ട സമയം ആയിട്ടുണ്ട്. എന്നിട്ടും ഇത്രയും നാളായിട്ട് നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറെ വിവാദമായ ഒരു കേസാണ്. 2020-21 കാലയളവിൽ വയനാട് മുസ്ലില് അനധികൃതമായി കോടികളുടെ മരമുറി നടത്തുന്നത്. 2 വർഷം നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് ആദ്യ കുറ്റപത്രം സമർപ്പിക്കുന്നത്. 2023 ഡിസംബർ 2-നാണ് ആ കുറ്റപത്രം സുൽത്താൻ ബത്തേരി കോടതിയിൽ സമർപ്പിച്ചത്. 2024 ജനുവരി 29-ന് 30 അനുബന്ധ കുറ്റപത്രങ്ങൾ സമർപ്പിച്ചു. അതിനുശേഷമാണ് 10 എണ്ണം കൂടി ബാക്കിയുണ്ടായിരുന്നത്. എന്തായാലും 20 മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും ഇതൊന്നും വന്നിട്ടില്ല. എന്തായാലും നിർണായകമായ തെളിവുകൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഈ ഉത്തരത്തിൽ മുഖ്യമന്ത്രി പറയുന്നത്. അൻവർ സാദത്ത് MLA ആണ് കഴിഞ്ഞ 16-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹമാണ് ചോദ്യം ചോദിക്കാനുള്ള മറുപടിയിൽ നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യം നമ്പർ 88-നുള്ള മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ശക്തമായ തെളിവുകൾ ഉണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രസ്തുത കേസിൽ കുറ്റവാളികൾ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ടോ, വിശദാംശങ്ങൾ വ്യക്തമാക്കാമോ എന്നുള്ള അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് 1-ാം പ്രതി റോജി അഗസ്റ്റിന്റെ കയ്യൊപ്പ് ഉൾപ്പെടെ കയ്യെഴുത്ത് ഉൾപ്പെടെ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഇത്തരത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വൈകാതെ ഇതിന്റെ അകത്തുള്ള നടപടികൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ കേസിൽ റോജി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവർ ഉൾപ്പെടെ 12 പേരെ പ്രതിയാക്കിയായിരുന്നു ആദ്യ കുറ്റപത്രമൊക്കെ സമർപ്പിക്കുകയും ചെയ്തിരുന്നത്.